ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിഷപ്പാമ്പുകളുള്ള സ്ഥലം ഏതാണ്? ഒറ്റക്കൊത്തിലൂടെ മിനിറ്റുകൾക്കുള്ളിൽ മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്ന ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ നാട് ഓസ്ട്രേലിയയാണ്. അപ്പോൾ നമുക്ക് തോന്നിയേക്കാം പാമ്പ് കടിയേറ്റ് മരണങ്ങൾ ഓസ്ട്രേലിയയിലാണ് കൂടുതലുള്ളതെന്ന്. സംഭവം അങ്ങനെയല്ല. വർഷത്തിൽ 1 മുതൽ 3 മരണം വരെ മാത്രമാണ് ഓസ്ട്രേലിയയിൽ പാമ്പുകടിയേറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിലെ ആകെ പാമ്പുകടി മരണങ്ങൾ പകുതിയിലധികം മരണം സംഭവിക്കുന്നത് എവിടെയാണെന്നല്ലേ? അത് നമ്മുടെ രാജ്യത്താണ്, ഇന്ത്യയിൽ. എന്നാൽ ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതൽ പാമ്പുകൾ ഉള്ളത് എന്നതാണ് സത്യം. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ പാമ്പുകടിയേറ്റ മരണങ്ങളിൽ മുന്നിൽ നിൽക്കാൻ കാരണം? നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത്? പാമ്പുകളുടെ എണ്ണമാണോ, പാമ്പുകടി ചികിത്സയിലെ പ്രശ്നങ്ങളാണോ പലരെയും മരണത്തിലേക്ക് എത്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യൂ. വിഷപ്പാമ്പുകൾ അനവധിയാണ് ഓസ്ട്രേലിയയിൽ. ഇതിൽ ഏറ്റവും അപകടകാരികളായ 10 പാമ്പുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമുക്ക് പരിചിതരല്ലാത്ത ആ വിഷപ്പാമ്പുകളെ ഒന്ന് പരിചയപ്പെട്ടേക്കാം. 1. ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്ക്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ മേഖലയിൽ കാണപ്പെടുന്ന പൊതുവെ ബ്രൗൺ നിറമുള്ള പാമ്പാണിത്. വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവയാണ് ഇവ. പക്ഷേ എപ്പോഴും ഇവ ആക്രമകാരികളാകണമെന്നില്ല. തനിക്ക് നേരെ ഭീഷണിയുണ്ടെന്ന് അനുഭവപ്പെടുമ്പോൾ മാത്രമാണ് ഇവർ അസ്വസ്ഥരാകുന്നത്. അപ്പോഴാണ് ആക്രമിക്കാൻ സാധ്യതയുള്ളത്. എലികൾ, മറ്റ് ചെറിയ സസ്തനികൾ, പക്ഷികൾ എന്നിവയാണ് ഈ പാമ്പുകളുടെ ഭക്ഷണം. 2. വെസ്റ്റേൺ ബ്രൗൺ സ്നേക്ക്. ഓസ്ട്രേലിയയുടെ തെക്ക് കിഴക്ക് പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വിഷപ്പാമ്പാണ് വെസ്റ്റേൺ ബ്രൗൺ സ്നേക്ക്. ഗ്വാഡർ എന്ന പേരിലും ഈ വിഷപ്പാമ്പ് അറിയപ്പെടുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ അപകടകാരിയായ പാമ്പിനും കൂടിയാണ് ഇവ. ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്കിനേക്കാൾ വിഷം കുറവാണെങ്കിലും കടിക്കുമ്പോൾ കൂടുതൽ അളവിൽ വിഷം ഇരയുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ഇവയ്ക്കാകും. പലപ്പോഴും ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്കിനേക്കാൾ 3 ഇരട്ടി വിഷം ഇരയുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കാൻ ഇവർക്ക് കഴിയുമെന്നതാണ് സത്യം. ഇത് കടിയുടെ അളവ്, പാമ്പിന്റെ വിഷത്തിന്റെ ശേഷി, ഇരയുടെ വലിപ്പം എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടേക്കാം. കടിയേറ്റാൽ തലവേദന, ഓക്കാനം, വയറുവേദന എന്നിവയ്ക്ക് പുറമെ വിയർപ്പ്, പേശികളുടെ വേദന, ശ്വാസതടസ്സം, രക്തസ്രാവം എന്നിവയും ഉണ്ടാകാം. അങ്ങനെയാണ് മരണം വരെ സംഭവിക്കുക. 3. മെയിൻലാൻഡ് ടൈഗർ സ്നേക്ക്. ഓസ്ട്രേലിയയുടെ തെക്ക് കിഴക്കൻ തീരത്ത് ന്യൂ സൗത്ത് വെയിൽസ്, വിക്ടോറിയ, ടാസ്മാനിയ, ദക്ഷിണ ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഈ പാമ്പിനെ ടൈഗർ സ്നേക്ക് എന്നും വിളിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പാമ്പുകളിൽ 17% ഈ കടുവ പാമ്പുകളാണ്. കടുവയുടെ തൊലിയുടെ നിറമായിരിക്കണം ഇവയെ ടൈഗർ സ്നേക്ക് എന്ന പേര് നൽകിയത്. മെൽബൺ, സിഡ്നി പോലുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലും ഇവ കാണപ്പെടാറുണ്ട്. ടൈഗർ സ്നേക്കിന്റെ കടിയേറ്റാൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതുണ്ട്, അല്ലെങ്കിൽ മരണം ഉറപ്പിക്കാം. തലവേദന, ഓക്കാനം, വയറുവേദന, ഛർദി, രക്തസ്രാവം, ശ്വാസതടസ്സം, കാലുകളിലും കഴുത്തിലും അനുഭവപ്പെടുന്ന വേദന, മരവിപ്പ്, വിയർപ്പ് എന്നിവയാണ് ഇവയുടെ ലക്ഷണങ്ങൾ. ഇനി 4. ഇൻലൻഡ് ടൈപ്പൻ. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ്, സൗത്ത് ഓസ്ട്രേലിയ, ന്യൂ സൗത്ത് വെയിൽസ്, നോർത്തേൺ ടെറിട്ടറി എന്നിവിടങ്ങളിലെ വരണ്ട പാറക്കെട്ടുകളുള്ള സമതലങ്ങളിൽ കാണപ്പെടുന്ന വളരെ വിഷമുള്ള ഒരു പാമ്പാണിത്. ഈ പാമ്പിന്റെ കടിയേറ്റാൽ 45 മിനിറ്റിനുള്ളിൽ തന്നെ മനുഷ്യൻ മരിച്ചു വീഴും. 5. കോസ്റ്റൽ ടൈപ്പൻ. ഓസ്ട്രേലിയയിലെ വടക്കൻ ന്യൂ സൗത്ത് വെയിൽസ്, ക്യൂൻസ്ലാൻഡ്, വടക്കൻ ടെറിട്ടറി എന്നിവിടങ്ങളിൽ കിഴക്കൻ തീരത്ത് കാണപ്പെടുന്ന വളരെ വിഷമുള്ള ഒരു പാമ്പാണിത്. ഓസ്ട്രേലിയയിലെ കരിമ്പ് പാടങ്ങളിലാണ് ഇവയെ കൂടുതലും കാണാൻ കഴിയുക. 1956 ഒരു പ്രത്യേക ആന്റിവെനം വികസിപ്പിക്കുന്നതിന് മുമ്പ് വരെ കോസ്റ്റൽ ടൈപ്പിന്റെ കടിയേറ്റവരാരും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. നാഡീവ്യവസ്ഥയെയും രക്തത്തെയും ബാധിക്കുന്നതാണ് ഇവയുടെ വിഷം. വിഷം ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്കാനം, ഹൃദയാഘാതം, ആന്തരിക രക്തസ്രാവം, പേശികളുടെ നാശം, വൃക്ക തകരാറുകൾ എന്നിവയെ തുടർന്ന് 30 മിനിറ്റിനുള്ളിൽ തന്നെ മരണം സംഭവിക്കുന്നതാണ്. 6. മുൾഗ സ്നേക്ക്. വിക്ടോറിയ, ടാസ്മാനിയ, പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഒഴികെ ഓസ്ട്രേലിയയിൽ ഉടനീളം കാണപ്പെടുന്ന ഒരു വലിയ വിഷപ്പാമ്പാണ് മുൾഗ സ്നേക്ക്. ഓസ്ട്രേലിയയിലെ ഏറ്റവും ഭാരമേറിയ വിഷപ്പാമ്പും മുൾഗ തന്നെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിഷമുള്ള പാമ്പുകളിൽ ഒന്നുകൂടിയാണ് മുൾഗ. ഒറ്റക്കടിയിൽ 150 മില്ലിഗ്രാം വിഷമാണ് അവ ഇരയുടെ ശരീരത്തിലേക്ക് കയറ്റിവിടുന്നത്. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ ഇത് ധാരാളമാണ്. 7. ലോലൻഡ് കോപ്പർ ഹെഡ്. സാധാരണയായി കോപ്പർ ഹെഡ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പാമ്പ് തെക്ക് കിഴക്കൻ ഓസ്ട്രേലിയ, തെക്കൻ വിക്ടോറിയ, ടാസ്മാനിയ, ബാസ് കടലിടുക്ക് ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. താരതമ്യേന തണുത്തതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരാറ്. കോപ്പർ ഹെഡ് വിഷം ന്യൂറോടോക്സിക് ആണ്. ഇത് നാഡീവ്യവസ്ഥയാണ് ബാധിക്കുന്നത്. പേശികളുടെ തളർച്ച, ശ്വാസതടസ്സം, മരണം എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നത് ഈ വിഷമാണ്. 8. സ്മോൾ ഐഡ് സ്നേക്ക്.
ഓസ്ട്രേലിയയിലെ കിഴക്കൻ തീരത്ത് കാണപ്പെടുന്ന ചെറിയ കണ്ണുകളുള്ള പാമ്പാണ് സ്മാൾ ഐഡ് സ്നേക്ക്. ഏകദേശം 50 സെന്റിമീറ്റർ നീളമുള്ള ഇവയുടെ കണ്ണുകളുടെ പ്രത്യേകത കൊണ്ടാണ് ഇവയ്ക്ക് അങ്ങനെ ഒരു പേര് വന്നത്. ഇവയുടെ വിഷത്തിൽ ദീർഘനേരം പ്രവർത്തിക്കുന്ന മയോടോക്സിനുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടിച്ചതിനു ശേഷവും ദിവസങ്ങളോളം ഇവയുടെ വേദന ഉണ്ടാകും. കടി കിട്ടിയാൽ ഇരയുടെ ഹൃദയപേശികൾ ഉൾപ്പെടെയുള്ളവ തകരാറിലാകും. 9. സതേൺ ഡെത്ത് ആഡർ. ഓസ്ട്രേലിയയിലെ കിഴക്കൻ തീരത്ത്, തെക്കൻ ഓസ്ട്രേലിയ, പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെയും ചില ഭാഗങ്ങളിൽ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരു വലിയ വിഷമുള്ള പാമ്പാണ് സതേൺ ഡെത്ത് ആഡർ. ഒളിഞ്ഞിരുന്ന് ഇരയെ പിടിക്കുന്ന സ്വഭാവമുള്ളവരാണ് ഇവ. ആന്റിവെനം വികസിപ്പിക്കുന്നതിന് മുമ്പ് ഡെത്ത് ആഡർ കടികൾ വളരെ മാരകമായിരുന്നു. എന്നാൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കിയതുകൊണ്ട് തന്നെ മരണനിരക്ക് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇവയുടെ വിഷത്തിൽ അടങ്ങിയ ന്യൂറോടോക്സിനാണ് ഇരയെ കൊല്ലുന്നത്. ഇത് ശ്വസനം ഉൾപ്പെടെയുള്ള മോട്ടോർ സെൻസറി പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് പക്ഷാഘാതത്തിനും മരണത്തിനു വരെ കാരണമാകും. 10. ബ്ലാക്ക് സ്നേക്ക്. പൊതുവെ കിഴക്കൻ തീരങ്ങളിലും തെക്കുകിഴക്കൻ ഓസ്ട്രേലിയയിലും കാണപ്പെടുന്ന കറുത്ത പാമ്പാണ് ബ്ലാക്ക് സ്നേക്ക്. ചുവന്ന വയറുള്ള കറുത്ത പാമ്പിന് മറ്റ് പല ഓസ്ട്രേലിയൻ പാമ്പുകളേക്കാൾ വിഷം കുറവാണ് എന്നതാണ് സത്യം. എന്നിരുന്നാലും ഇതിന്റെ വിഷം രക്തം കട്ട പിടിക്കുന്ന തകരാറിന് കാരണമായേക്കും. മാത്രമല്ല ഇവയുടെ കടിയേറ്റാൽ പേശികൾക്കും നാഡികൾക്കും തകരാറ് വരെ സംഭവിക്കും. നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത പാമ്പുകളെ കുറിച്ചാണ് പറഞ്ഞതത്രയും എന്ന വസ്തുത അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. ഇത്രയും വ്യത്യസ്തവും ഉഗ്രവിഷവുമുള്ള പാമ്പുകൾ ഉണ്ടായിട്ടും ഓസ്ട്രേലിയയിൽ പാമ്പിന്റെ കടിയേറ്റിട്ടുള്ള മരണം വളരെ കുറവാണ്. നമ്മുടെ രാജ്യത്തോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.